ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡ്രീം ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോണ്ടിച്ചേരിയിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 7:30 പോണ്ടിച്ചേരിയിൽ എത്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ VNB റെസിഡൻസി എന്ന് പറയുന്നൊരു ഓയോയിലാണ് ഇന്നലെ റൂം എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ രാവിലെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ഇപ്പോൾ പോണ്ടിച്ചേരി കറങ്ങാൻ പോകണേണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ ഡച്ച് കോളനി എന്ന് പറയുന്ന കോളനിയിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മളുടെ ഫോർട്ട് കൊച്ചി പോലത്തെ ഒരു സ്ട്രീറ്റ് തന്നെയാണ് ഇതും. പഴയ ഡച്ച് ടൈപ്പ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം പള്ളികളുണ്ട്. പിന്നെ അതേപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുക്കാനായിട്ട് നിറയെ ആൾക്കാരുണ്ട് ഇവിടെ. അതായത് നല്ല ക്ലീനായിട്ടുള്ള ഏരിയയുമാണ്. പിന്നെ അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട്സ് നല്ല രീതിയിൽ കിട്ടുന്ന ഏരിയാസ്, പിന്നെ അതേപോലെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ നിന്നിട്ടും ആൾക്കാർ വീഡിയോഗ്രാഫിയും പിന്നെ അതേപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഷോർട്ട് ഫിലിം ഷൂട്ടിങ്, പിന്നെ അതേപോലെ ഫോട്ടോഗ്രാഫീസ്, മോഡലിംഗ് ഫോട്ടോഗ്രാഫീസും കാര്യങ്ങളെല്ലാം ആൾക്കാർ ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതേപോലെ പഴയ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബീച്ച് സൈഡിൽ ഒരു ഗാന്ധി സ്റ്റാച്ചു ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്റ്റാച്ചു ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതാണ് റോക്ക് ബീച്ച് എന്ന് പറയുന്ന ബീച്ച്. ഇവിടെ ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ബസാർ എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് അതായത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന കുറേ ഒരു ഷോപ്പ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് എല്ലാം മരത്തിൻ്റെ ഐറ്റംസാണ്. അത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഓരോ മരത്തിൻ്റെ ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റേറ്റൊക്കെ കുറച്ച് വരും. അത് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. തേങ്ങ കൊണ്ടിട്ട് ഒരു പേഴ്സ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു പേഴ്സൊക്കെ നോക്കിയായിരുന്നു. ഇത് ഹാൻഡ് മെയ്ഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പേഴ്സാണ്. ആദ്യം ചോദിച്ചപ്പോഴേക്കും ഒരു ഭയങ്കര കാശ് പറഞ്ഞത്, 900 രൂപയുടെ പറഞ്ഞത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ ചീപ്പായിട്ടുള്ള രീതിയിൽ 200 രൂപക്ക് വാങ്ങിച്ചു. കുഴപ്പമില്ലാത്തൊരു പേഴ്സാണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. പോണ്ടിച്ചേരിയിലുള്ള സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് നമ്മൾ ചെന്നത്. അത്യാവശ്യം നല്ല ഫാമിലീനായിട്ടൊക്കെ ചെന്നിരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു റെസ്റ്റോറൻറ്റാണ്. ഉള്ളിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ ഫുള്ള് കളർഫുള്ളായിട്ടുള്ളൊരു വാൾസും കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ നമ്മൾ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയും പിന്നെ അതേപോലെ ഫിഷ് ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ബിരിയാണിയുടെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് റൈസ് എല്ലാം സെയിമാണ് വരുന്നത്. ഫിഷിനും അതേപോലെ ചിക്കൻ ആണെങ്കിലും റൈസ് സെയിം ആക്കിയിട്ട് ഇവർ മീറ്റ് മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. വേറെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു.
ഫിഷ് ബിരിയാണിക്കാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ സെയിം റൈസ് തന്നെ യൂസ് ചെയ്ത് ഫിഷ് അതിനകത്ത് മിക്സ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. സെയിം നമ്മളുടെ ചിക്കൻ ബിരിയാണിയുടെ റൈസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ടൈമിംഗ് ഉള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ 5 മണി വരെയാണ് ടൈമിംഗ് ഉള്ളത്. നമ്മൾ എത്തിയപ്പോഴേക്കും 5:15 റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. ഏകദേശം 10-13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ കയറാൻ സാധിച്ചില്ല. നമ്മളിവിടെ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെയാണ് പോയത്. ഇവിടെ വരുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം 5 മണി വരെ ഉള്ളൂ ഇവിടുത്തെ ടൈമിങ്. അങ്ങനെ നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ റൂമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് പോയത്. ജ്യൂസി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ മലയാളികളുടെ കടയാണത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഷവർമയും അൽഫാമും എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിൽഡ്, അൽഫാം, ഷവർമ അങ്ങനത്തെ ഐറ്റംസും പിന്നെ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബർഗേഴ്സ് അതെല്ലാം വരുന്നുണ്ട് അവർക്ക്. ഇവരുടെ ഷോപ്പ് വരുന്നത് നമ്മൾ പോണ്ടിച്ചേരിയിലുള്ള MG റോഡിലാണ്. ഈ വഴി പോകുന്ന ആൾക്കാർ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. ഇവർക്ക് വെറൈറ്റീസ് ഓഫ് ഷേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു 2 ഫ്രൂട്ട് സലാഡും പിന്നെ അതുകൂടാണ്ട് സ്നിക്കേഴ്സ് ഷേക്കുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഓർഡർ ചെയ്തായിരുന്നു. ഇതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും പോകുന്ന ആൾക്കാർ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇവിടെ നിന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.